മറ്റേ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ പുത്രന്മാർ സ്വതന്ത്രരാണല്ലോ, പുത്രന്മാർ സ്വതന്ത്രരാണ്. പക്ഷെ ഞാൻ പുത്രനാണ് പുത്രിയാണെന്നുള്ള ബോധ്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലോ നമ്മൾ അടിമകളാണ്. ഇങ്ങനെ പരിശുദ്ധ കുർബാനയുടെ മുൻപിലിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയൊരു സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ പ്രയാസങ്ങളിൽ നിന്ന്, എല്ലാ ആകുലതകളിൽ നിന്ന്, എല്ലാ ഉത്കണ്ഠകളിൽ നിന്ന്. അച്ഛന് ഇന്ന് പുതിയ പള്ളിയിലേക്ക് വന്ന് ചാർജ് എടുക്കുന്ന ദിവസമായിരുന്നു. ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ വന്ന് ആളെ സ്വാഗതം ചെയ്യുമ്പോൾ, അധികാര കൈമാറ്റം നടത്തുമ്പോൾ മോൺസിഞ്ഞോർ പറയുന്നുണ്ടായിരുന്നു പരിശുദ്ധ കുർബാനയുടെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കുന്ന അച്ഛനെ കുറിച്ച്. മോൺസിഞ്ഞോർ പറയായിരുന്നു, എൻ്റെ ഇടവകയിൽ ഞാൻ ചാർജ് എടുക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ലായിരുന്നു. വലിയ പ്രയാസവും പ്രശ്നമൊക്കെ ഉണ്ടായിരുന്ന ഒരു ഇടവക. എന്ത് ചെയ്യണമെന്നറിയാത്ത നേരത്ത് ഞാൻ പിറ്റേ ദിവസം രാവിലെ മുതൽ നേരെ ചെന്ന് പരിശുദ്ധ കുർബാന സക്രാരി തുറന്ന് അതിൻ്റെ മുൻപിലിരുന്നു. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് ഞാനറിയാതെ തന്നെ പരിഹരിക്കപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ടായി. പിന്നെ ആ പരിശുദ്ധ കുർബാനയിൽ ഒന്ന് അർപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവനുള്ള ദൈവം അതിനകത്ത് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുവെന്നും, ഞാൻ അവിടെ ചെന്ന് കർത്താവിനെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുന്നുവെന്നൊക്കെ ഉള്ളുറപ്പുള്ള മനുഷ്യർ എന്തൊരു സ്വാസ്ഥ്യമാണ് അനുഭവിക്കുന്നതെന്നറിയാം. വചനങ്ങൾ നമ്മൾ ഇന്ന് ഒന്നാമത്തെ വായനയിൽ വായിച്ചു കേട്ടതാണ്. ആകാശവും ആകാശങ്ങളുടെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും നിന്റെ ദൈവമായ കർത്താവിൻ്റെതാണ്. ആകയാൽ ഹൃദയം തുറക്കുക, ഹൃദയം തുറക്കുക. ഈ ആകാശവും ആകാശങ്ങളുടെ ആകാശവും ഭൂമിയും അതിലുള്ള സമസ്തവും നിന്റെ ദൈവമായ കർത്താവിൻ്റെതാണ്. അതിനാൽ ഹൃദയം തുറക്കുക. ഈ പരിശുദ്ധ കുർബാനയിലേക്കൊന്ന് ഹൃദയം തുറക്കാൻ പറ്റും, ജീവിതം ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റും. വിശുദ്ധ ക്ലാര പുണ്യവതി കാണിച്ചു തരുന്നത് പോലെ ജീവിതത്തെ വിഴുങ്ങാൻ വരുന്ന ഇങ്ങനെ വന്യമായിട്ടുള്ള ഒരു ബലത്തോടുകൂടെ നമ്മളെ ആക്രമിക്കാൻ വരുന്ന എന്ത് പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് സ്വതന്ത്രരാവാൻ പറ്റും, അവരെ തോൽപ്പിച്ചോടിക്കാൻ പറ്റും. ജീവിതത്തിന് മുൻപിൽ ഉയർന്നു വരുന്ന വലിയ പ്രയാസങ്ങള് നമ്മളെ തകർത്ത് കളയാനും മാത്രമുള്ള ജീവിതത്തിന്റെ വലിയ ബുദ്ധിമുട്ടുകള്, ഒരു കാലടി ഇനി എടുത്തു വയ്ക്കാൻ പറ്റില്ല എന്ന് കരുതുന്ന വിധത്തിന്റെ അസാധ്യതകളുടെ അങ്ങേയറ്റം. ആ സമയത്തൊക്കെ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ചെന്നിരിക്കുക.